അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് സലാം ബൈത്തിൻ്റെ അവസാനത്തെ രണ്ട് വരിയാണ്. മൂന്ന് വരി. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ എടുക്കാൻ. യാ വലിയൽ ഹസനാത്തി, ഹസനത്തിൻ്റെ ബഹുവചനാണ് ഹസനാത്ത്. എല്ലാ സൽക്രമങ്ങളുടെയും ഉടമയായിട്ടുള്ള നബിയെ. അല്ല, എല്ലാ സൽക്രമത്തിൻ്റെ ഉടമസ്ഥൻ ആരാ? സൽക്രമങ്ങൾ മുഴുവനും എല്ലാം ആരിലാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളിലാണ് ഉള്ളത്. അതാണ് പറഞ്ഞത്. എല്ലാ സൽക്രമങ്ങളുടെയും ഉടമസ്ഥനായിരിക്കുന്ന നബിയെ. യാ റഫീഅദ് ദറജാതി, ദറജത്തിന്റെ ബഹുവചനം ദറജാത്ത്. യാ റഫീഅദ് ദറജാതി, സ്ഥാനമാനങ്ങൾ, ദറജകൾ, സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെട്ട നബിയെ. റഫിയ എന്നത് മജൂലിന്റെ മസ്തറാക്കിയാണ്. യാ റഫീഅദ് ദറജാതി, ദറജകൾ, സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെട്ട നബിയെ. കഫിറൻ, തീർച്ചയായിട്ടും നബി തങ്ങൾ പൊറുക്കലിനെ തേടണം. കഫിറൻ അന്നീ ദുനൂബി, തീർച്ചയായിട്ടും എൻ്റെ പാപങ്ങൾ നബിയെ എനിക്ക് നിങ്ങൾ പുറത്തു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ് നമ്മൾ, കഫിറൻ അന്നീ ദുനൂബി, തീർച്ചയായിട്ടും എൻ്റെ പാപങ്ങൾ എനിക്ക് നബിയെ തങ്ങൾ പുറത്തു തരണം. അതായത് പുറത്തു തരാൻ വേണ്ടി നബിയെ തങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കുന്ന നബിയെ നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം. ദുനൂബി, തീർച്ചയായിട്ടും എൻ്റെ പാപങ്ങൾ നബിയെ എനിക്ക് നിങ്ങൾ പുറത്തു തരണം. വഗ്ഫിറലി സയ്യിആത്തി, തീർച്ചയായിട്ടും എൻ്റെ സയ്യിആത്തും എനിക്ക് നിങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി കഫിറൻ അന്നീ ദുനൂബി വഗ്ഫിറലി സയ്യിആത്തി സല്ലല്ലാഹു. അതിൻ്റെ ജവാബ് ഇങ്ങനെയാണ്: സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത ഗഫാറുൽ ഖതായ വദ്ദുനൂബിൽ മുബിഖാതി. അതിനും ജവാബ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൻത നബിയെ നിങ്ങൾ ഗഫാറുൽ ഖതായ, എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. നബിയെ നിങ്ങൾ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. വദ്ദുനൂബിൽ മുബിഖാതി, വൻദോഷങ്ങളെയും പുറത്തു കൊടുക്കുന്നവനാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ചെറുദോഷങ്ങളും വൻദോഷങ്ങളും എല്ലാം പുറത്തു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അള്ളാഹുവിനോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ എല്ലാ ബന്ധോഷങ്ങളും നിങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണം നബിയെ. അന്താ നബി തങ്ങൾ, അന്താ നബിയെ നിങ്ങൾ ഗഫാറുൽ ഖതായ, എല്ലാ ബന്ധോഷങ്ങളെയും അധികമായിട്ട് പുറത്തു കൊടുക്കുന്നതിനാണ്, പുറത്തു കൊടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നതിനാണ്. വദ്ദുനൂബിൽ മുബിഖാതി, എല്ലാ ബന്ധോഷങ്ങളെയും, മുബിഖാത്ത് എന്നാൽ നശിപ്പിച്ച് കളയുന്ന ദോഷങ്ങൾ, അതായത് ബന്ധോഷം,
അതിനെയും എന്താ പുറത്തു കൊടുക്കാൻ വേണ്ടി പുറത്തു കൊടുക്കുന്നതിനാണ്. അന്തസാത്താറുൽ മസാവി വമുകീലുൽ അസറാത്തി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്താ നബിയെ, നിങ്ങൾ സത്താറുൽ മസാവി, എല്ലാ ഐബുകളെയും മറച്ചു വെക്കുന്നതിനാണ്, സത്താറാണ്. മുഖീനുൽ അസറാത്തി, എല്ലാ തെറ്റുകളെയും ഇല്ലായ്മ ചെയ്യുന്നതിനുമാണ്. അലിമോ സിരി വഅഖ്വ മുസ്തജീബുദ് ദഅവാതി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലിമുസിരിയാണ് രഹസ്യമായ കാര്യങ്ങൾ അറിയുന്ന നബിയെ. വഅഖ്ഫ, അത് മറച്ചു വെക്കുകയും ചെയ്യും. അപ്പം രഹസ്യമായ കാര്യങ്ങൾ നബിയെ നിങ്ങൾ അറിയും, നിങ്ങളത് മറച്ചു വെക്കുകയും ചെയ്യും. അങ്ങനത്തെ നബിയെ മുസ്തജീബുദ് ദഅവാതി, എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്ന, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന നബിയെ, നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ പാവങ്ങളെല്ലാം പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. ربي وارحمنا جميعا بجميل الصالحات صلى الله على آمين. അവിടെ ആമീൻ എന്നാണ് പറയുന്നത്. എങ്ങനെ? ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഈ 3 വട്ടം ചൊല്ലിയിട്ട് 3ാമത്തെ വട്ടത്തിലാണ് ആമീൻ പറയുന്നത്. അപ്പം എങ്ങനെ? റബ്ബി വാർഹംനാ ജമീഅ ബിജമീലി സ്വാലിഹാത്തി റബ്ബി വാർഹംനാ ജമീഅ ബിജമീലി സ്വാലിഹാത്തി റബ്ബി വാർഹംനാ ജമീഅ ബിജമീലി സ്വാലിഹാത്തി ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. റബ്ബി, എൻ്റെ റബ്ബേ, അല്ലാഹുവേ, വർഹംനാ ജമീഅൻ, വർഹംനാ, നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണം, റഹ്മത്ത് ചെയ്യണം. ജമീഅൻ, എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം. അല്ലാഹുവേ, നീ റഹ്മത്ത് ചെയ്യണം ഞങ്ങളെല്ലാവർക്കും. ജമീഇ സ്വാലിഹാത്തി, അതും സ്വാലിഹത്തായ എല്ലാ ജനങ്ങൾക്കും, സ്വാലിഹായ സജ്ജരിതരായ സ്വാലിഹായ എല്ലാവർക്കും, നീ ഞങ്ങൾക്കും സ്വാലിഹായ സജ്ജരിതരായ എല്ലാവർക്കും നീ ആമീൻ, നീ ഉത്തരം നൽകണം നബിയെ, റഹ്മത്ത് നൽകണം നബിയെ. ആമീൻ 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 എന്ന നബിയെ, നിങ്ങൾ അതിന് ഉത്തരം നൽകണം നബിയെ. ഞാൻ അവസാനിപ്പിക്കുന്നു. സലാമീത്തിൻ്റെ അവസാനത്തതാണ് ഇതിന്. കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, എന്നാലും നിങ്ങൾ ഈ ബെയ്ത്തിന് അർത്ഥവും രീതിയും പഠിക്കണമെന്ന്, അത് പറയണം, ചെല്ലണമെന്നും പഠിക്കണമെന്നും ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് ശറഫൽ അനാമിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ബെയ്ത്തും അർത്ഥവും രീതിയും എന്നുള്ള ബാക്കി ഭാഗങ്ങൾ എടുക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കും. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.